ഇത്തവണത്തെ മാളികപ്പുറം മേൽശാന്തിയായി നറുക്കെടുപ്പിലൂടെ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് കുട്ടിക്കട സ്വദേശിയായിട്ടുള്ള മനു നമ്പൂതിരിക്കാണ്. മനു നമ്പൂതിരി നമുക്കിപ്പം 24-നൊപ്പം ചേരുകയാണ്. ഈ ഒരു ഭാഗ്യം പ്രതീക്ഷിച്ചിരുന്നതാണോ? പ്രതീക്ഷിച്ച എല്ലാ വർഷവും അപേക്ഷിക്കുന്ന എല്ലാ വർഷവും പ്രതീക്ഷിക്കുമല്ലോ എന്തായാലും. അപ്പോൾ ഈ വർഷം അത് വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും വലിയ സന്തോഷമാണിത്. 6 വർഷം കൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നാളും പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ വർഷമാണ് ഭഗവതി കടാക്ഷിച്ചത്. ശബരിമല മേൽശാന്തി ലിസ്റ്റിലും ഉൾപ്പെട്ടിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഈ വർഷം 2 ലിസ്റ്റിലും ഉണ്ടായിരുന്നു. ഞാൻ 2 ലിസ്റ്റിലും ഉണ്ടായിരുന്നു. രണ്ടിടത്തും പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എങ്ങനെ ആദ്യം ശബരിമല ശാസ്താവിനെ പൂജിക്കാനുള്ളൊരു ഭാഗ്യം? ഞാൻ വളരെ കുഞ്ഞുനാൾ മുതലേ ശാസ്താവിനെയാണ് പൂജ അടിക്കുന്നത്. ഈ ക്ഷേത്രത്തിലാണ് ശാന്തി അടിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശാസ്താവുമായിട്ടൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കും. എങ്കിലും എന്ന് പറഞ്ഞിട്ട് ഭഗവതിയുടെ ഒട്ടും കുറവല്ല, ഭഗവതി ഇവിടെയുണ്ട്. ഭഗവതിയുടെ കണ്ണിൽ കിട്ടാൻ തീർത്തും ഭാഗ്യം തന്നെയാണ്. അതൊരു അസുലഭ സന്ദർഭം തന്നെയാണ് എന്തായാലും. ഇപ്പം കൊല്ലത്തിന് ഇതിപ്പോൾ അടുപ്പിച്ച് 2ാമത്തെ ഭാഗ്യമാണ്. ഇപ്പം നിലവിൽ ശബരിമല മേൽശാന്തിയായിട്ടുള്ളത് അരുൺകുമാർ നമ്പൂതിരി നമ്മുടെ കൊല്ലക്കാരനാണ്. ഇവിടെ അടുത്ത് തന്നെ അധികമൊന്നും ദൂരം അല്ലാതാണ് ഉള്ളത്. അപ്പം അദ്ദേഹം ഇറങ്ങുമ്പോൾ വീണ്ടും ഒരാൾ കയറുകയാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം അങ്ങ് തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങിക്കാനുള്ള ഭാഗ്യം മനുവിന് ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞത്. എങ്കിലും ഭഗവതിയുടെ താക്കോൽ വാങ്ങിക്കാനുള്ള ഭാഗ്യമെങ്കിലും തീർച്ചയായിട്ടും കിട്ടി. അതൊരു ഭയങ്കരമായ സന്തോഷമാണ്. അത് വിളിച്ചിരുന്നു അവിടുന്ന്? പിന്നെ തീർച്ചയായിട്ടും വിളിച്ചിരുന്നു. അദ്ദേഹം ഇന്നലെ വിളിച്ചിരുന്നു. ഇന്ന് വിളിക്കുന്ന തിരക്കാരനെ വിളിച്ചില്ല. ഇന്നലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചിരുന്നു. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. എന്തായാലും പ്രാർത്ഥിക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ഉണ്ടാവും. ഈ സാഹചര്യത്തിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി കടപ്പാട് പറയുന്നത്? കടപ്പാട് ഏറ്റവും കൂടുതൽ കടപ്പാട് ശാസ്താവ്, നമ്മളെ കുട്ടിയുടെ ശാസ്താവിനോടും നമ്മുടെ ദേവാലയമൂർത്തികളോട്, പിന്നെ വളരെ ഇതായിട്ട് എൻ്റെ കൂടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കൾ, അവരോടൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ കടപ്പാട്. കുടുംബത്തെ വീട്ടിലെ അച്ഛൻ ഗോപാലകൃഷ്ണൻ നമ്പൂതിരി, അമ്മ ശോഭനാന്തർജനം, ഭാര്യ ദേവിപ്രിയ, പിന്നെ 3 കുഞ്ഞുങ്ങളാണ്. മൂത്ത മകള് ഭദ്രപ്രിയ, +2 പഠിക്കുന്നു. 2ാമത്തെ പത്മപ്രിയ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 3ാമത്തെ ഭരത് കൃഷ്ണ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതിനായി പുറപ്പെടുന്നതിന് മുമ്പായി ദർശനത്തിന് പോകുന്നുണ്ടോ? എന്തോ? തീർച്ചയായിട്ടും പോകണം. അവിടെ പോകണം. അത് എന്തായാലും അങ്ങ് ചെല്ലണം. അത് പോയിട്ട് വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനെല്ലാം. അതിന് പോയിട്ട് വന്നതിന് ശേഷം തുലാമാസ പൂജകൾ കഴിഞ്ഞ് നട അടയ്ക്കുന്നതിന് മുമ്പായി പോകുന്നുണ്ട്. പോകണം എന്നാണ്. അത് ഇനി 3 ദിവസമേ ഉള്ളൂ എന്ന് പറയുന്നു. 2 ദിവസം രാഷ്ട്രപതി വരുന്നത് സംബന്ധിച്ച് 2 വർഷം എന്താണെന്ന് ചെന്നിട്ട് ആലോചിക്കണമല്ല എങ്ങനെയൊക്കെയാണെന്നുള്ളത്. എന്തായാലും വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം, ഒരു സംശയം അക്കാര്യത്തിലില്ല. ഏതായാലും വലിയ ഭാഗ്യമായി തന്നെയാണ് മനു നമ്പൂതിരി ശബരിമല മാളികപ്പുറം മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടില്ല മനു നമ്പൂതിരി പറയുന്നത്. ഇപ്പോൾ നിലവിൽ ശബരിമലയിൽ പൂജ ചെയ്യുന്ന ശബരിമല മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരി കൊല്ലക്കാരനാണ്. അദ്ദേഹം ഇറങ്ങുമ്പോൾ ഇവിടെ നിന്നും മാളികപ്പുറം മേൽശാന്തിയായി ഒരു കൊല്ലം സ്വദേശിയായിട്ടുള്ളൊരു തിരുമേനി തന്നെയാണ് കയറാൻ പോകുന്നത്.